കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗാർലിക് അതായത് നമ്മുടെ ഓണിയൻ ഗാർലിക് കറി അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലുള്ള ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കറിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും ദോശയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇഡ്ലിയുടെ കൂടെയും ഏതിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറയുന്ന റെസിപ്പിയിൽ നിന്ന് ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കിത് കുറച്ച് നാൾ സൂക്ഷിച്ച് വെക്കാനും പറ്റുന്നതായിരിക്കും. അതൊക്കെ ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു തരാം. എന്നോട് കുറച്ച് 2-3 പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് കേടാവാതിരിക്കാനുള്ള റെസിപ്പീസ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക. ഇതിൽ പറയുന്ന ടിപ്സും അതായത് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ മാത്രമേ നമുക്കിത് കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങൾ. അതിനനുസരിച്ചിട്ട് അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും സത്തോൺ മുന്നിലേക്ക് സ്വാഗതം. ഞാൻ നീതു. അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെയുള്ള ബെല്ലൈക്കൻ മറക്കാതെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളുടെ ഈ തക്കാളി കറി ഉണ്ടാക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. നോട്ട് ചെയ്തോളൂ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഇതൊക്കെയാണ്. ബാക്കിയുള്ളത് ഞാൻ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ തക്കാളി തന്നെയാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഞാൻ 5 തക്കാളി എടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നന്നായിട്ട് പഴുത്ത തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കുക. പുളി ഉള്ളതിനേക്കാളും പഴുത്തതായിരിക്കും കൂടുതൽ ടേസ്റ്റ്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സവോളയാണ്. ഞാൻ 2 ചെറിയ സവോളയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയ സവോളയാണെങ്കിൽ ഒരെണ്ണം മതിയാവും. അത് ഇതുപോലെ ചെറുതായിട്ട് കൊത്തി അരിയുക. സ്ലൈസ് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ചെറുതായിട്ട് അരിയുന്നതാണ്. പിന്നെ വേണ്ടത് വെളുത്തുള്ളിയാണ്. 5 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. നല്ല വലിപ്പമുള്ള വെളുത്തുള്ളി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടേക്കുവാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, അതായത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ തക്കാളിയിൽ ഒട്ടും വെള്ളം പാടില്ല. അപ്പോൾ കഴുകിയതിന് ശേഷം തക്കാളി നന്നായിട്ട് തുടച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിനകത്തേക്ക് നമ്മൾ ഒട്ടും വെള്ളം ആഡ് ചെയ്യുന്നില്ല, അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് നന്നായിട്ട് തുടച്ചതിന് ശേഷം മാത്രം ഇത് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുക. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ തക്കാളി ഒന്ന് അരച്ചെടുക്കണം. ഇത് അരക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, നിങ്ങൾക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം അരക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം, പേസ്റ്റ് പോലെ അരച്ചെടുക്കാവുന്നതാണ്, ഒരു കുഴപ്പമില്ല. ഇതിങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഒന്നുകിൽ അരയ്ക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് കട്ട് ചെയ്ത് ആഡ് ചെയ്താലും മതി. ഞാൻ എന്തായാലും അരക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാനൊരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലൊട്ടും വെള്ളം ചേർക്കുന്നില്ല, വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ ചെറിയ പീസസ് അവിടെ ഇവിടെ ആയിട്ട് കിടന്നാലും കുഴപ്പമൊന്നുമില്ല, നന്നായിട്ട് പേസ്റ്റ് പോലെ അരയണമെന്നൊന്നുമില്ല. അപ്പം അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ഞാൻ തക്കാളി അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചെറിയ പീസസ് അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. വെള്ളം ഒട്ടും ആഡ് ചെയ്തിട്ടില്ല, അതും നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ നമുക്കിത് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായിൽ എണ്ണ ചൂടാക്കാം. ഇപ്പോൾ ഞാനിവിടെ ഒരു 3.5 ടേബിൾ സ്പൂൺ എണ്ണ എടുത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത് വെളിച്ചെണ്ണയാണ്. അപ്പോൾ നിങ്ങൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ നല്ലെണ്ണയാണ് എടുക്കേണ്ടത്. നല്ലെണ്ണ എടുത്താൽ മാത്രമേ അത് കുറച്ച് നാൾ കേടാവാതിരിക്കുള്ളൂ. അപ്പോൾ നല്ലെണ്ണ എടുക്കുമ്പോൾ ഒരു 5 അല്ലെങ്കിൽ 6 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കണം സ്റ്റോർ ചെയ്യാനാണെങ്കിൽ. അപ്പോൾ അപ്പം തന്നെ കഴിക്കാനാണെങ്കിൽ അത്ര എണ്ണ ആവശ്യമില്ല, കുറയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 3.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടാവുന്ന സമയത്ത് ഞാൻ അതിനകത്തേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ്, അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഉലുവ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ചെറിയ തീയിലാണ് കേട്ടോ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇപ്പോൾ കടുകും ഉഴുന്ന് പരിപ്പൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ ആഡ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ആഡ് ചെയ്യുക, ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതൊക്കെ. അപ്പോൾ അതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്കിതിനകത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയുടെ അല്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഗാർലിക്കിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഗാർലിക്ക് കട്ട് ചെയ്യാമോ ക്രഷ് ചെയ്യാമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗാർലിക്ക് ഇങ്ങനെ തന്നെ ഇടുന്നതാണ് എനിക്ക് അതിന് ടേസ്റ്റ് തോന്നിയിട്ടുള്ളത്. കാരണം ആ ഗാർലിക്ക് എണ്ണയിലിട്ടിട്ട് നമ്മളതൊന്ന് ചുട്ട ടേസ്റ്റ് ആയിരിക്കും അതിന്. അതാണ് കുറച്ചും കൂടെ ടേസ്റ്റി ആയിട്ടുള്ള തോന്നിയിട്ടുള്ളത് അരക്കുന്നതിനേക്കാളും. അതുകൊണ്ട് ഞാനിങ്ങനെ തന്നെയാണ് ഇടുന്നത്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്, അതായത് ഗാർലിക്ക് ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, സ്റ്റോർ ചെയ്യാനാണെങ്കിൽ സവോള ആഡ് ചെയ്യരുത്. സവോള ആഡ് ചെയ്യാതെ പ്രിപ്പയർ ചെയ്യുക. കാരണം നമ്മൾ സവോള ആഡ് ചെയ്യുമ്പോൾ പെട്ടെന്ന് കെട്ടുപോകും. അപ്പം അതുകൊണ്ട് നിങ്ങൾ 2-3 ദിവസം ട്രാവൽ ചെയ്യുന്ന സമയത്തോ ഇല്ലാന്നുണ്ടെങ്കിൽ സ്റ്റോർ ചെയ്യുന്ന സമയത്തോ സവോള ഇട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ 2-3 ദിവസമൊന്നും നിൽക്കില്ല, പിറ്റേ ദിവസം തന്നെ കെട്ടുപോകും. അതുകൊണ്ട് ആഡ് ചെയ്യാതെ ബാക്കിയുള്ള എല്ലാ പ്രൊസീജിയറും അതുപോലെ ഫോളോ ചെയ്താൽ മതിയാവും.
കംപ്ലീറ്റ് ആയിട്ട് സവോള ഒഴിവാക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ കായമാണ് ചേർക്കേണ്ടത്, കായപ്പൊടിയാണ് ചേർക്കേണ്ടത്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കായം അതുപോലെയാണ് ഉള്ളതെങ്കിൽ, അതായത് കട്ടയായിട്ടുള്ള കായമാണെങ്കിൽ എണ്ണ നമ്മൾ മൂപ്പിക്കുമല്ലോ, ആ ഒരു സമയത്ത് കായം ഇട്ടിട്ട് അതൊന്ന് പൊടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ സവാള ഒന്ന് ബ്രൗൺ കളർ ആവുന്നത് വരെ, ഒരു ലൈറ്റ് ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളിതൊന്ന് വഴറ്റണം. അപ്പോൾ ഈ സമയത്ത് വഴണ്ടതിന് ശേഷം നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ മുതൽ 1/2 ടീസ്പൂൺ വരെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഈ ഒരു സമയത്ത് ഫ്ലെയിം ലോ ഫ്ലെയിമിലാക്കി വെക്കുക. പൊടികൾ ആഡ് ചെയ്യുമ്പോൾ എപ്പോഴും ഫ്ലെയിം കുറച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. മുളക് പൊടി ഞാനിവിടെ നല്ല എരിവുള്ള മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ വരെ മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം മുളക് പൊടിയുടെ അളവ് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ കശ്മീരി മുളക് പൊടിയും നല്ല എരിവുള്ള മുളക് പൊടിയും രണ്ടും മിക്സ് ചെയ്തിട്ട് 1 ടേബിൾ സ്പൂണാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ കയ്യിലുള്ള മുളക് പൊടിയുടെ എരിവിനനുസരിച്ചിട്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് പൊടികൾ ആഡ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറണം. ആ പൊടികളുടെ മുളക് പൊടിക്കൊക്കെ പച്ചമണം ഉണ്ടാവും, അതൊന്ന് മാറണം. അപ്പോൾ ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പൊടികളുടെ പച്ചമണം മാറുന്ന സമയത്ത് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് എരിവൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ എരിവ് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം, പിന്നീട് ആഡ് ചെയ്യരുത്. ആ തക്കാളിയുടെ പുളിക്ക് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എരിവ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല പുളിയുള്ള തക്കാളി ആണെങ്കിൽ മുളക് പൊടി കുറച്ച് എക്സ്ട്രാ ആഡ് ചെയ്താൽ മാത്രമേ നമ്മുടെ ആ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ആവുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങൾ ടേസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ഡൗട്ടാണെങ്കിൽ ആദ്യം കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് എരിവൊക്കെ കറക്റ്റാണ്. ഇനി ഞാൻ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മളിതുവരെ ഉപ്പൊന്നും ചേർത്തിട്ടില്ല, അതുകൊണ്ട് ഇതിനാവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇപ്പോൾ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ മതി, പിന്നീട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ഇതാ ഞാൻ നോക്കിക്കേ, ഞാനിതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതേപോലെ തുറന്ന് വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചതാണ്. അപ്പോൾ ഞാൻ അടച്ചു വെച്ച് വേവിച്ചിട്ടില്ല. അപ്പോൾ അതൊന്ന് കുറുകിയിട്ട് നല്ല ഓയിലൊക്കെ മുകളിൽ തെളിഞ്ഞ ഒരു പരുവമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയം വരെ നിങ്ങളതൊന്ന് ചൂടാക്കി എടുക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് സമയം എടുക്കും അതിന്. 10 മിനിറ്റിന് മുകളിലെടുക്കും. അപ്പോൾ ആ തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റൊക്കെ അങ്ങ് മാറിയിട്ട് വരണമെങ്കിൽ കുറച്ച് സമയം എടുക്കും. ഇത് ഈ ഒരു സ്റ്റേജ് ആവുന്ന സമയത്ത് നമ്മളിതിനകത്തേക്ക് ഒരു ചെറിയ കഷ്ണം വെള്ളം, അതായത് ശർക്കര ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ശർക്കര നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആ ഒരു പുളിയും എരിവും ഒക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഓണിയൻ ഗാർലിക് കറി ആഡ് ചെയ്ത സമയത്ത് നിറയെ പേര് ചോദിച്ചു പഞ്ചസാര ആഡ് ചെയ്യാമോ എന്ന്. അപ്പോൾ പഞ്ചസാര ചേർത്ത് കൊടുക്കാം, പക്ഷേ ഇത്രയൊന്നും ആഡ് ചെയ്യരുത്. ചെറിയ ഒരു നുള്ളു പഞ്ചസാര മാത്രമേ ആഡ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ രണ്ടിൻ്റെ ടേസ്റ്റ് ഡിഫറെൻ്റ് ആണ്, അതുകൊണ്ടാണ്. അപ്പം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും ലോ ഫ്ലെയിമിൽ ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ നമ്മളിതൊന്ന് ഇതുപോലെ വെക്കണം. അപ്പോൾ നിറയെ പേർക്കുള്ള ഡൗട്ടാണ് ഉലുവപ്പൊടി ആഡ് ചെയ്യാമോ എന്ന്. ഉലുവപ്പൊടിയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ അതൊന്ന് വേവിക്കണം. എല്ലാം കൂടി കുറുകി എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞ് വരുന്ന ഒരു പരുവം വരെയാണ് നമ്മളിതൊന്ന് വേവിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെയും ഇഡ്ലിയുടെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സൈഡ് ഡിഷാണിത് ശരിക്കും, തക്കാളിയുടെ ഗ്രേവി. അപ്പോൾ തക്കാളി കറിയെന്നോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. അപ്പം ഇത് സ്റ്റോർ ചെയ്യാനുള്ള ടിപ്സൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതുപോലെ ഫോളോ ചെയ്യുക. ഞാനിത് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഉണ്ടാക്കിയിട്ടുള്ളത്, അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ആ മാറ്റങ്ങളൊക്കെ ഒന്ന് വരുത്തിയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കേടായി പോകും, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വെള്ളം ഒട്ടും പാടില്ല, നമ്മൾ വെള്ളം ഒന്നും ആഡ് ചെയ്യുന്നേ ഇല്ല. അതുകൊണ്ട് മോസ്റ്റ്ലി നമ്മൾ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുന്നത്, ഇല്ലാന്നുണ്ടെങ്കിൽ അടി പിടിക്കും. അപ്പം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ ഗ്രേവി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയണം കേട്ടോ താഴെ കമൻറ്റിൽ.
വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കൂടെ ഉള്ളവർക്കൊക്കെ ഷെയർ ചെയ്യുക, എല്ലാവർക്കും ഉപകാരമാവും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്